പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അഭ്യുദയകാംക്ഷികളെ, AMLPS തൃക്കുളം പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമാണ് എക്സ്ബേറ 2K26. ഉദ്ഘാടന സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. (2010) മുതൽ CK നഗറിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിരൂരങ്ങാടി ഹിദായത്ത് സിബിയാൻ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് പ്രീ പ്രൈമറി സ്കൂൾ. KG തലത്തിൽ വിദ്യാഭ്യാസം തുടങ്ങി അവിടെ പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് വിവിധ ക്യാമ്പസുകളിൽ ഫസ്റ്റ് ബാച്ച് തന്നെ ഡിഗ്രി തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ്സുകളിൽ മാത്രം LKG ഒരു ഡിവിഷനും UKG ഒരു ഡിവിഷനും മാത്രമാണ് 2010 സ്ഥാപനം തുടങ്ങുമ്പോൾ ചെറിയ ബിൽഡിംഗ് സംവിധാനത്തോടുകൂടി ആരംഭിച്ച സ്ഥാപനം ഇന്ന് 8 ഡിവിഷനുകളിലായി 200-ലധികം വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ജനുവരി മാസം മുതൽ പ്രീ പ്രൈമറി സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ നടത്താറുണ്ട്. ഈ വർഷത്തേക്കുള്ള അഡ്മിഷനും ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ ആദ്യ വാരത്തിൽ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. CK നഗറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ വലിയ പരിശീലനമാണ് സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിദായത്ത് സിബിയാൻ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മിക പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റേതായുള്ള ഭാഗധേയത്വം CK നഗറിൽ ഈ പ്രീ പ്രൈമറി സ്ഥാപനവും സഹസ്ഥാപനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ 75-80ഓളം പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉദ്ഘാടന സെഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ, സർഗസിദ്ധികൾ, അത് ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിലുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. അത് പാടാനായിരിക്കാം, പറയാനായിരിക്കാം, പ്രസംഗിക്കാനായിരിക്കാം,
അതുപോലെ തന്നെ മറ്റു ട്രെയിനിങ് നൽകാനായിരിക്കാം, സംഘാടനത്തിനായിരിക്കാം, ലീഡർഷിപ്പായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ഓരോരുത്തരിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ ഓരോരുത്തരിലുമുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിന് മികവുറ്റ ട്രെയിനിങ് നൽകി പരിശീലനം നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ബാധ്യതയാണ്. എന്നിട്ട് ആ കഴിവുകളെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം കോളിളക്കം നൽകുന്ന പ്രഭാഷണം നടത്തി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രഭാഷകനെ കൊണ്ട് കഴിയും. അതേ സമയത്ത് ഒരു പ്രഭാഷകനെ കൊണ്ട് തന്നെ പ്രശ്നമുള്ള സ്ഥലത്ത് എല്ലാവരെയും വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വാചാലത കൊണ്ട് സമാധാനവും ശാന്തിയും സൃഷ്ടിക്കാൻ കഴിയും. ഒരു കാർട്ടൂണ് കൊണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഏതെങ്കിലുമൊക്കെ മതനേതാക്കന്മാരുടെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ കാർട്ടൂണുകളും മറ്റുമൊക്കെ വരച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ കഴിയും. പക്ഷേ ചില കാർട്ടൂണുകൾ കൊണ്ട് തന്നെ വലിയ സന്ദേശങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയും. പാടാൻ കഴിയുന്നത്, പറയാൻ കഴിയുന്നതൊക്കെ ചില 4 വരികൾ, അതിൽ വലിയ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ കഴിവുകളെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവുകളെ അധ്യാപകർ തിരിച്ചറിയും, അതുപോലെ തന്നെ രക്ഷിതാക്കളും തിരിച്ചറിയുന്നുണ്ടാകും. ആ തിരിച്ചറിയുന്ന കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും തുനിയേണ്ടത്. ആ കഴിവുകളെ മാറ്റിവെച്ച് മറ്റൊരു ഭാഗത്തേക്ക് കുട്ടിയെ തിരിച്ചുവിടാൻ പാടില്ല. രക്തം കണ്ടാൽ ഛർദ്ദിക്കുന്ന, അല്ലെങ്കിൽ രക്തം കാണുമ്പോൾ പേടി തോന്നുന്ന, ബേജാറ് തോന്നുന്ന അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറാക്കി മാറ്റാൻ നമുക്ക് പ്രയാസമായിരിക്കും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോരുത്തരുടെയും കഴിവുകൾ, ആ കഴിവുകൾക്കനുസരിച്ച് അവരുടെ ഗതി മാറ്റിത്തിരിക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മമാരോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ കാലത്തെ ചുവരെഴുത്തുകൾ വായിച്ച് പുതിയ കാലത്തെ ആശയങ്ങളും ആദർശങ്ങളും അറിഞ്ഞ് അതിനനുസരിച്ച് നാട്ടിൽ നന്മയും സമാധാനവും ഉണ്ടാക്കുന്നിടത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തിരിച്ചുവിടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യരുടെ അരികുപറ്റി നിന്ന് അവരെ ചേർത്ത് പിടിക്കുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ല മനുഷ്യരായി നമ്മുടെ മക്കൾ മാറട്ടെ. നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, എല്ലാ രംഗത്തും തിളങ്ങി നിൽക്കുന്ന നല്ല മാതൃകാ പുരുഷന്മാരായി, മാതൃകാ വനിതകളായി നമ്മുടെ ഓരോരുത്തരുടെയും വിദ്യാർത്ഥികൾ മാറേണ്ടതുണ്ട്. അതിന് പാകപ്പെട്ട രീതിയിലുള്ള പരിശീലന കളരിയാണ് ശരിക്കും ഇത്തരത്തിലുള്ള എക്സ്പേറ പോലെയുള്ള നമ്മുടെ വേദികളെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഈ പരിപാടി ഉദ്ഘാടന സെഷൻ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാനേജർ പള്ളിയാളി മുഹമ്മദ് കുട്ടി സാഹിബ് അവറുകളാണ്. ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ബഹുമാന്യരായ അബ്ദുറഹ്മാൻ കുട്ടി സാഹിബ് അവറുകളാണ്. ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തുന്ന ബഹുമാന്യരായ AMLP സ്കൂൾ തൃക്കുളത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് സിന്ധു ടീച്ചർ, ബഹുമാന്യരായ അഷ്റഫ് സാറ്, മക്ബൂൽ സാറ് തുടങ്ങി എല്ലാവരെയും ഈ വേദിയിലേക്ക്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, മറ്റു സഹകാരികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ LKG UKG കഴിഞ്ഞ് ആ വിദ്യാർത്ഥികൾക്ക് 1ാം തരത്തിൽ പഠിക്കാൻ വേണ്ടി AMLP സ്കൂൾ നമ്മുടെ ക്യാമ്പസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. 1 മുതൽ 4 വരെ വളരെ വൃത്തിയായി എല്ലാ തലത്തിലും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
4ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് 5, 6, 7 ക്ലാസ്സുകൾ UP ക്ലാസ്സുകൾ ഹിദായത്ത് സുബിയാൻ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ റെക്കഗ്നൈസ്ഡ് സ്ഥാപനമായി നമ്മുടെ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഹമ്മദ് കുട്ടി സാഹിബ് അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ M. അബ്ദുറഹ്മാൻ കുട്ടി സാഹിബ് നിർവഹിക്കുന്നതാണ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി സാഹിബ്, സ്വാഗതം ആശംസിച്ച സമീർ മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകരെ, പ്രിയ സുഹൃത്ത് നഗരസഭാ കൗൺസിലർ അഫ്സൽ, മറ്റു വേദിയിലെ ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ള അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഒറ്റവാക്കിൽ ഉദ്ഘാടനം ചെയ്തു പോവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ കലാപരിപാടി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ പരിപാടി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് നഗരസഭയിൽ ആസൂത്രണ സമിതി യോഗം വിളിച്ചിട്ടുള്ളതാണ്. 11 മണിക്ക് വികസന സെമിനാറും സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ സ്ഥാപനത്തോടുള്ള കൂറുകൊണ്ട് മാത്രം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവിടെ വന്നു പോവുക എന്നുള്ള കാര്യത്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിൽ കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള കലാപരിപാടികൾ, കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവസരങ്ങളാണ് ഓരോ കുട്ടികളുടെയും അവരുടെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട അധ്യാപകരെയും പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. അടുത്തായി ആശംസാ പ്രസംഗം നടത്തുന്നതിന് AMLP സ്കൂൾ തൃക്കുളത്തിൻ്റെ HM സിന്ധു ടീച്ചറെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഏറെ കൗതുകത്തോടു കൂടി നമ്മുടെ ചെറിയ കുട്ടികളുടെ, അതായത് ഏറ്റവും ചെറിയ തലമുറയിലെ കുട്ടികളുടെ പരിപാടികൾ വീക്ഷിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അത് നല്ല രീതിയിൽ അധ്യാപകർ പഠിപ്പിച്ച നല്ല രീതിയിൽ തന്നെ അവർക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ അധ്യാപികമാർ, പ്രീ പ്രൈമറി അധ്യാപികമാർ ഏകദേശം 1 മാസത്തോളം കഠിന പ്രയത്നം നടത്തിയിട്ടാണ്, അതുപോലെ തന്നെ മാതാപിതാക്കളും അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ ഇന്നത്തെ ദിവസം ഇവിടെ അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടികളും അരങ്ങേറുന്നത്. കൂടാതെ ഒരു സന്തോഷകരമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ താങ്ങായി തണലായി, അതായത് പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പോഷണ പരിപാടി, അത് നമ്മുടെ സ്കൂളിലാണ് ആദ്യമായി നടന്നത്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ മാനേജ്മെൻറ്റ്, PTA, അധ്യാപകർ, അതുപോലെ മേലധികാരികൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് നമ്മൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ എഴുതാനും വായിക്കാനും അറിയാത്തതായി ആരുമില്ല. അങ്ങനെയുള്ള ഒരു വളരെ സന്തോഷകരമായ കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും നമ്മളിനി എൻജോയ് ചെയ്യാൻ പോവാണല്ലേ കുട്ടികളുടെ പരിപാടികൾ കണ്ട്. അപ്പോൾ കൂടുതലായി നീട്ടി പറയുന്നില്ല. എല്ലാ കുട്ടികൾക്കും പരിപാടികൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി നമ്മളെ അഷ്റഫ് മാഷെ ക്ഷണിച്ചു. ബഹുമാന്യരായ നമ്മുടെ പ്രിൻസിപ്പൽ സമീർ മാഷ്, മാനേജർ മുഹമ്മദ് കുട്ടിക്ക, നമ്മുടെ വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ കുട്ടി സാഹിബ്, ഞങ്ങളുടെ AMLP പ്രിയ HM സിന്ധു ടീച്ചർ, ഇന്ന് വളരെ സന്തോഷവും വളരെ അഭിമാനവുമുള്ള ഒരു വേദിയിലാണ് നമ്മളെല്ലാം എത്തി നിൽക്കുന്നത്. നമ്മുടെ പിഞ്ചു മക്കൾക്കുള്ള അവരുടെ കഴിവുകൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന വളരെ ആനന്ദകരവും സന്തോഷകരവുമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാതോർത്ത് നിങ്ങൾ വേദിയിലിരിക്കുകയാണ്. ഈ സമയത്ത് കൂടുതലായിട്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമീർ മാഷ് പറഞ്ഞതുപോലെ 2010 തുടങ്ങി ഏകദേശം 16 വർഷം പിന്നിട്ട നമ്മുടെ നഴ്സറി, ഇന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പല പ്രഗത്ഭമായ സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ ഒക്കെ, ക്യാമ്പസുകളിലൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കിപ്പോഴും പഴയ വഴിയിൽ നിന്നും നമ്മളെ കണ്ടുമുട്ടുന്ന കുട്ടികൾ, ഞാൻ നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾ എന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിപ്പിച്ചു എന്നൊക്കെ അധ്യാപകരെ വന്ന് സമീപിക്കുമ്പോൾ വളരെ സന്തോഷകരമാണ്. നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ തിരുരങ്ങാടി ഹിദായത്ത് സുബിയാൻ സംഘത്തിൻ്റെ കീഴിൽ വളരെ അഭിമാനത്തോടെയും വളരെ പ്രഗത്ഭമായ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രഗത്ഭരും കഴിവുറ്റവരുമായ അധ്യാപകരുടെ കീഴിൽ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങൾ LKGയിൽ അവിടെ എത്തിച്ചാൽ LKG കഴിഞ്ഞ് LP ക്ലാസ്സുകളിലേക്ക് കടന്ന് അവിടുന്ന് നമ്മുടെ നൂറുൽ ഹുദ UP സ്കൂളിലേക്ക് കടന്ന് UP വരെ പൂർത്തീകരിച്ച് നല്ല പൗരന്മാർ, നല്ല കഴിവുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിയും. നമ്മുടെ സ്കൂളെന്ന് പറയുമ്പോൾ AMLP ഈ തൊട്ടടുത്ത കുറച്ചു കാലങ്ങളിൽ വളരെ അധികം മികവുറ്റ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അധ്യയന വർഷത്തിൽ നമ്മുടെ മുനിസിപ്പൽ കലാമേളയിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻ പട്ടം നേടിയവരാണ്. അതുപോലെ അറബിക് മേളയിൽ അവിടെയും നമ്മുടെ സ്കൂളാണ് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ സ്കൂളുകളെയും പിന്നിലാക്കി ചാമ്പ്യപട്ടം നേടിയത്. അതുപോലെ സബ് ജില്ലാ തലത്തിൽ നടന്ന ശാസ്ത്രമേളയിൽ AMLPക്ക് തന്നെയായിരുന്നു ഓവറോൾ കിരീടം കിട്ടിയത്. അതുപോലെ നമ്മുടെ കായികമേള, ഇങ്ങനെ നമ്മുടെ സബ് ജില്ലാ തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലും നടന്നിട്ടുള്ള മിക്കവാറും മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികളാണ് ഉന്നതിയിലെത്തിയവർ. വിജയത്തിൻ്റെ പതാക തൂക്കി അതിൻ്റെ കിരീടമണിഞ്ഞ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിയ മക്കളാണ് നമ്മുടെ മക്കൾ. ആ കുട്ടികളിൽ ഭൂരിഭാഗവും നമ്മുടെ ഈ നഴ്സറിയിൽ നിന്ന്, നൂറുൽ ഹുദ നഴ്സറിയിൽ നിന്ന് വന്ന് നമ്മളിലേക്ക് എത്തിയ മക്കളാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ നല്ല കഴിവുള്ളവരാക്കി വാർത്തെടുക്കുന്നതിൽ നമ്മുടെ നഴ്സറി വലിയ പങ്ക് വഹിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിലേക്കെത്തി, അത് കഴിഞ്ഞ് യുപിയും ഇതുപോലെ ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മക്കളാണ്. അപ്പം നമ്മുടെ മക്കളെയൊക്കെ ഉന്നതമായ രീതിയിൽ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന നമ്മുടെ സ്ഥാപനം AMLP നമ്മുടെ CK നഗറിൻ്റെ അഭിമാനമായി നമ്മുടെ മക്കൾക്ക് എന്നും അവരുടെ പ്രചോദനവും അവരുടെ അഭിമാനവുമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രഗത്ഭരായ അധ്യാപകരും പ്രഗത്ഭമായ മാനേജ്മെൻറ്റിനും നല്ല ഭൗതിക സാഹചര്യങ്ങളുമൊക്കെ ഒരുക്കി നമ്മളെ മക്കൾക്ക് വേണ്ടി അവിടെ എല്ലാവിധ തയ്യാറെടുപ്പുകളും അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ HM പറഞ്ഞു, തൊട്ടടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മുടെ സ്കൂളിൽ വലിയൊരു പ്രോഗ്രാം നടന്നു. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയങ്ങളിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ കഴിയണമെന്നില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മുടെ മക്കളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പം എന്തോ ചില കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ പ്രയാസം നേരിട്ട് കൊണ്ടിരുന്ന കുട്ടികളെ ഞങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത്
അവർക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും നൽകി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. അതിനായി പരപ്പനങ്ങാടി BRCയുടെ കീഴിൽ വന്ന പദ്ധതിയാണ് താങ്ങായി തണലായി. ആ പദ്ധതി നമ്മുടെ പരപ്പനങ്ങാട് BRC നടപ്പിലാക്കിയതാണ്. നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത്. ആ പരിപാടിയുടെ ആദ്യത്തെ വിജയപ്രഖ്യാപനം, നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആദ്യത്തെ വിജയപ്രഖ്യാപനം നടത്തിയ വിദ്യാലയമാണ് നമ്മുടെ AMLP തൃക്കുളം എന്ന് പറയുന്നത്. അവിടെ പങ്കെടുത്ത രക്ഷിതാക്കൾക്കറിയാം, അവിടെ വന്ന AO മേഡവും ഡയറ്റ് ഫാക്കൽറ്റിയും ഒക്കെ നമ്മുടെ സ്കൂളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നോ. മികവിൻ്റെ കേന്ദ്രമായി AMLP അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന AMLP അതെന്നും ഒരു പടവ് മുന്നോട്ടാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി ഞങ്ങൾ നിങ്ങളുടെ മക്കളെ കാത്തിരിക്കുന്നു. ഇനിയും നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രീ പ്രൈമറിയിൽ നിന്നോ മറ്റോ എൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റു വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. അതുപോലെ അവിടെ സ്കൂളിൽ മലയാള മീഡിയമുണ്ട്, ഇംഗ്ലീഷ് മീഡിയമുണ്ട്. ഏത് മീഡിയം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നമ്മുടെ മക്കൾക്ക് തീർത്തും സൗജന്യമായ LP വിദ്യാലയം. നഴ്സറിയിൽ നമ്മുടെ പ്രദേശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിലും സൗകര്യങ്ങളും നഴ്സറി വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് സൗജന്യമായ LP വിദ്യാഭ്യാസം, പിന്നെ തുടർച്ചയായി ചെറിയ ഫീസോട് കൂടിയുള്ള നമ്മുടെ നൂറുൽ ഹുദ UP. ഇതിലെല്ലാം വളർത്തി നമ്മുടെ മക്കളെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ ഇന്ന് നമ്മുടെ മക്കളുടെ പ്രോഗ്രാം വളരെ ഭംഗിയായി ഇവിടെ നടക്കട്ടെ. അത് വീക്ഷിക്കാനെത്തിയ നിങ്ങളെല്ലാവരെയും കൺകുളിർക്ക് ആനന്ദിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മക്കൾക്കും അത് നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾ സ്കൂൾ വാർഡിൻ്റെ മുനിസിപ്പൽ കൗൺസിലർ പ്രഗത്ഭനായ അയ്യൂബ് സാഹിബ് ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ HMA മാനേജർ മാമുട്ടിയാക്ക, മറ്റു അധ്യാപകർ, രക്ഷകർത്താക്കളെ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥിനികളെ, ഇവിടെ ഒരു വലിയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. നമ്മളെ മക്കളുടെ സന്തോഷങ്ങളും അവരുടെ പ്രകടനങ്ങളും കാണുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് ഈ പരിപാടിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം എന്നതിലേക്ക് ഒരു മിനിറ്റ്, രണ്ടുപേരെ സ്മരിക്കാതെ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് നമുക്കറിയാം, AMLP സ്കൂൾ തൃക്കുളത്തിൻ്റെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, കല്ലുപുറമ്പൻ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ 1919 സ്ഥാപിച്ചതാണ് AMLP സ്കൂൾ. ഇന്നുള്ള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പിന്നിൽ ഞങ്ങളൊക്കെ പഠിച്ചത് അവിടെയാണ്. വളരെ പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത ഒരു സ്ഥാപനമാണ് AMLP സ്കൂൾ. കാലം മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കാലശേഷം സെയ്ദ് അലി സാഹിബ് ആയിരുന്നു മാനേജർ. ആ ഇടയ്ക്ക് വെച്ച് എയ്ഡഡ് സ്കൂളുകൾക്കെല്ലാം ഒരു കാലയളവിൽ ക്ഷീണം വരികയും ധാരാളം ഡിവിഷൻ ഫാളുകൾ വരികയും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് 2004 AMLP സ്കൂൾ തൃക്കുളം CK നഗറിലെ നൂറുൽ ഹുദ ക്യാമ്പസിലേക്ക് എത്തുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് നമ്മളെ ഓസ്കാർ അദ്വാജി. ഈ രണ്ടുപേരെയും സാന്ദർഭികമായി സ്മരിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് നന്ദി പ്രകടനത്തിനായി ഫിറോസ് മാഷെ ക്ഷണിച്ചു. എക്സ്പാറ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിക്കുന്നു.
സെഷൻ വിജയകരമാക്കാൻ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച മുഖ്യ അതിഥികൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന സംഗമം ഇവിടെ പിരിഞ്ഞതായി അറിയിക്കുന്നു.